ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയത്തിൽ ദശകം 1 3 4 ശ്ലോകമാണ് ഇന്നിവിടെ പറയണത്. സത്വം യത്തൽപരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവൽ ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാദ്യതച്ഛാദിതപരസുഖജിൽ ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. ശ്ലോകത്തിൽ ഭഗവാന്റെ ആ സത്വഗുണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരമാത്മസ്വരൂപിയായ ഭഗവാന്റെ ആ സത്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് നിർഗുണസ്വരൂപിയാണ്, പരബ്രഹ്മസ്വരൂപിയാണ് ഭഗവാൻ എന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുണ്ടായി. ഇവിടെ സത്വത്തിൽ നിന്ന് അന്യമായ രജസ്സിനോടോ തമസ്സിനോടോ സമ്പർക്കമില്ല എന്ന് പറയണം. എന്ന് മാത്രമല്ല, ശുദ്ധമായ സത്വഗുണത്തെ കൊണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉപാദാനങ്ങളായ ഇന്ദ്രിയങ്ങളെക്കൊണ്ടും ഭൂതങ്ങളെക്കൊണ്ടുമാണ് അവിടുത്തെ രൂപം വർത്തിക്കണത്. ഇത് ശ്രീമദ് ഭാഗവതം കർത്താവായ വേദവ്യാസ മഹർഷി പലവുരു പറഞ്ഞിട്ടുള്ളതായും മേൽപ്പത്തൂര് ഇവിടെ സൂചിപ്പിക്കണു. അതേപോലെ അവിടുത്തെ ആ സച്ചിദാനന്ദ സ്വരൂപം, ശുദ്ധ സത്വസ്വരൂപം, ആ ശുദ്ധ സത്വസ്വരൂപിയായ ആ നൈർമല്യം നിറഞ്ഞതായ അങ്ങയുടെ ആ രൂപത്തെ കാണാൻ മാത്രമല്ല കേൾക്കാനും സ്മരിക്കാനും എന്തെന്നില്ലാത്ത രസം തോന്നിക്കണു സജ്ജനങ്ങൾക്ക്. അപ്പം അങ്ങനെ ഭഗവാന്റെ ആ നിർഗുണ സ്വരൂപം, അതേപോലെ സത്വമൂർത്തിയായ ആ സാത്വിക ഭാവം, അതല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപത്തെ ഒന്നും കൂടി മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ കൂടി എടുത്ത് പറയുകയാണ് ചെയ്യണത്. എന്നിട്ട് പറയണു, അവിടുത്തെ ആ ആനന്ദാനുഭൂതി സജ്ജനങ്ങൾക്ക് എത്രയാണ് പകർന്നു നൽകണമെന്ന് കണക്കില്ല. അങ്ങനെ ആ ആനന്ദാനുഭൂതി പകർന്നു നൽകണം അവിടുത്തെ ആ വപുസിങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ആ ശരീരത്തിങ്കിൽ ഭാഗ്യശാലികളായ സജ്ജനങ്ങൾ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കണു. അതാണ് പറയണേ, തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. അപ്പോൾ അവിടുത്തെ ആ രൂപം കാണാൻ മാത്രമല്ല കേൾക്കാനും സ്മരിക്കാനും എന്തെന്നില്ലാത്ത രസം, അനുഭൂതി സജ്ജനങ്ങൾക്ക് ഉണ്ടാവണം. അപ്പം അങ്ങനെയുള്ള അവിടുത്തെ ആ സച്ചിദാനന്ദമയമായ അവിടുത്തെ ആ വപുസിൽ ഭാഗ്യശാലികളായ സജ്ജനങ്ങൾ ഗുരുവായൂരപ്പ എപ്പോഴും എപ്പോഴും മതിയാവാതെ രമിച്ചുകൊണ്ടിരിക്കണതു. അങ്ങനെ അവിടുത്തെ ആ സച്ചിദാനന്ദ സ്വരൂപിയായ അവിടുത്തെ ആ വപുസിൽ എപ്പോഴും മതിവരാതെ രമിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് ഗുരുവായൂരപ്പ എന്നിങ്ങനെ ഈ ശ്ലോകത്തിൽ പറയണു. ഇനി അടുത്ത ശ്ലോകത്തിൽ അവിടുത്തെ ആ ശുദ്ധ സത്വസ്വരൂപത്തെ തന്നെയാണ് വർണ്ണിക്കണത്. എന്ന് മാത്രമല്ല, അവിടുത്തെ ആ രൂപം തിരമാലകൾക്ക് സദൃശാണെന്നാണ് പറയണത്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജസ്ത്വൽ കലാസ്വേവ ഭൂമൻ. അവിടുത്തെ ആ ശുദ്ധ സത്വാത്മകമായ ആ സ്വരൂപം, പരബ്രഹ്മ സ്വരൂപിയായ അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകൾക്ക് തിരയടിക്ക് തുല്യമാണ് എന്ന് മേൽപ്പത്തൂരോട് പറയണു. എന്താണ് അങ്ങനെ പറയാൻ കാരണം?
ആ സമുദ്രത്തിലെ തിരമാലയും സമുദ്രവും രണ്ടല്ല ഒന്നാണ്. അതേപോലെ തന്നെയാണ് ഭഗവാനും ബ്രഹ്മവും രണ്ടല്ല ഒന്നാണ് എന്നിവിടെ ഇങ്ങനെ ഈ ഉപമയെ കൊണ്ട് സൂചിപ്പിക്കണു. പിന്നീട് പറയണു, മുക്താവലി, മുക്തന്മാരുടെ സമൂഹം അല്ലെങ്കിൽ മുത്തുമണികളുടെ ആ കൂട്ടം, അതും അവിടുത്തെ ഒരു സവിശേഷതയാണ്. അങ്ങനെ ആ സജ്ജനങ്ങൾ അവിടുത്തെ ആ സത്വസ്വരൂപത്തെ ഏതെല്ലാം വിധത്തിലാണ് സ്തുതിക്കണത് എന്ന് കണക്കില്ല. അതേപോലെ അവിടുന്ന് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മസ്വരൂപിയാണ്. അവിടുന്ന് നിഷ്കളനുമാണ്. അതാണ് എല്ലാ ചരാചരങ്ങളിലും അവിടുത്തെ ചൈതന്യം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതാണല്ലോ ഭാഗവതത്തിലെ കുന്തിസ്തുതി ആ തുടക്കത്തിൽ ആദ്യത്തെ ശ്ലോകത്തിലും പറയണതും ഈ സാരം തന്നെയാണ്. നമസ്യേ പുരുഷദ്വാന്തമീശ്വരം പ്രകൃതേപരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. സകല ചരാചരങ്ങളിലും എന്ന് മാത്രമല്ല, അകത്തും എല്ലാ ചരാചരങ്ങളുടെ അകത്തും ഈ പ്രപഞ്ച വസ്തുക്കളുടെ മുഴുവനും അകത്തും പുറത്തും അവിടുത്തെ ചൈതന്യം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് സ്തുതിയിൽ ആ കുന്തിദേവി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ആ ഭഗവാനെ അങ്ങനെയുള്ള അവിടുത്തെ ഞാൻ നമിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുന്തിദേവി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുന്നത്. ഇവിടെയും അതുതന്നെയാണ് പറയണത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അവിടുന്ന് നിഷ്കളം തന്നെയാണ്. എന്നാൽ സകളൻ എന്നും അങ്ങയെ സജ്ജനങ്ങൾ വിശേഷിപ്പിക്കാറുണ്ട്. അതെങ്ങനെയാണ്? അവിടുത്തെ ആ കലകളിൽ മാത്രമാണ് ഈ സകള ഭാവം ഉള്ളത് എന്നിവിടെ ഇങ്ങനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ആ ഭഗവാന്റെ നിഷ്കളസ്വരൂപിയായ, നിർഗുണസ്വരൂപിയായ, പരമാത്മസ്വരൂപിയായ, ജ്ഞാനസ്വരൂപിയായ അല്ലെങ്കിൽ സാന്ദ്രാനന്ദസ്വരൂപിയായ അവിടുത്തെ ആ കലകളെ കൊണ്ട് മാത്രം ആണ് സജ്ജനങ്ങൾ സകളൻ എന്ന വിശേഷണം അവിടത്തേക്ക് നൽകിയിട്ടുള്ളത്. എന്നാലും അവിടുത്തെ ആ സ്ഥായി ഭാവം സത്വസ്വരൂപിയാണ്, നിഷ്കളനുമാണ് എന്ന് ഒരിക്കൽ കൂടി മേൽപ്പത്തുരുത ഈ ശ്ലോകത്തിൽ എടുത്തങ്ങനെ പറയുന്നുണ്ട്. ഏതാംശാംശകലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ആ ശ്ലോകത്തിൻ്റെ ഒരു സാരം ആണ് ഈ 4-ാമത്തെ ശ്ലോകം. ഇനിതാ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.